മൊഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സോഫ്റ്റ്വെയറിനുള്ള ആവശ്യം വന്നു തുടങ്ങി അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അതായത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് കളക്ട് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി, ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് എപ്പോഴാണോ ആ മാർക്കറ്റിൽ നിന്ന് ആ സോഫ്റ്റ്വെയർ ഔട്ടായി പോണത് അത്രയാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ആ സോഫ്റ്റ്വെയറിൻ്റെ ലൈഫ് സൈക്കിളിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഓരോ സ്റ്റെപ്പിനെയാണ് ഫേസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ഫേസിലൂടെ പോകുന്നു. ഓരോ സോഫ്റ്റ്വെയറും ആ സോഫ്റ്റ്വെയറിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് പല പല ഫേസിലൂടെയും പോകാം. ഓക്കെ, അത് എല്ലാ സോഫ്റ്റ്വെയറിനും ചില സോഫ്റ്റ്വെയറിന് 8 ഫേസസ് ഉണ്ടാവാം, ചില സോഫ്റ്റ്വെയറിന് 6 ഫേസ് ഉണ്ടാവാം, ചില സോഫ്റ്റ്വെയറിന് 5 ഫേസ് ഉണ്ടാവാം. അത് ആ ഓരോ സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടിരിക്കും. എന്നിരുന്നാൽ കൂടി ജനറലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിനും ജനറലായിട്ട് ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും ആ സോഫ്റ്റ്വെയറിന് ജനറലായിട്ട് 6 ഫേസസ് ആണുള്ളത്. ചില സോഫ്റ്റ്വെയറിന് കോഡിങ്ങും യൂണിറ്റ് ടെസ്റ്റിങ്ങും ഒരുമിച്ചായിരിക്കും, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും സിസ്റ്റം ടെസ്റ്റിങ്ങും വേറെ ഫേസ് ആയിട്ടായിരിക്കും നോക്കുന്നത്. ഓക്കെ, അത് ഒരു സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പം നമ്മൾ ജനറലായിട്ട് പറയുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ 6 ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ല, ഫസ്റ്റ് ഫേസ് ആണ് റിക്വയർമെൻറ്റ് ഗാദറിങ് ആൻഡ് അനാലിസിസ്. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ഡെവലപ്പ് ചെയ്യാൻ പോണേ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് റിക്വയർമെൻറ്റ്സ് ആണ് കറക്റ്റായിട്ട് വേണ്ടതെന്നുള്ളതാണ് റിക്വയർമെൻറ്റ് ഗാദറിങ് ആൻഡ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്വയർമെൻറ്റ്സ് നമ്മൾ പല രീതിയിൽ കളക്ട് ചെയ്യും, അതിന് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ക്ലിയർ റിക്വയർമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഡിസൈൻ ഫേസിലേക്ക് കടക്കുന്നത്. ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും ഡിസൈൻ ഫേസ്. നമ്മൾ കളക്ട് ചെയ്ത റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടൊരു ഡിസൈൻ വരയ്ക്കും. എന്നിട്ട് ആ ഡിസൈൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയറിന് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫേസാണ് ടെസ്റ്റിംഗ്. നമ്മൾ ചെയ്ത കോഡ് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയറിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണോ വരുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞ് ഡിപ്ലോയ്മെൻറ്റ്, മാർക്കറ്റിലേക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ ഡെലിവർ ചെയ്യുന്നതാണ് ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. പിന്നെ ലാസ്റ്റ് ഫേസാണ് മെയിൻ്റനൻസ് ഫേസ്. മെയിൻ്റനൻസ് ഫേസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ബഗ്സോ കസ്റ്റമേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ റിക്വയർമെൻറ്റ്സ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലോ മെയിൻ്റനൻസ് ഫേസിൻ്റെ ആവശ്യമുണ്ടാവും, മെയിൻ്റനൻസ് വേണം. ഓക്കെ, ഇത്രയാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലുള്ള ഫേസാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമുക്കതിനെ ഫോളോ ചെയ്യാൻ ഏത് പ്രോസസ് മോഡൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന 4 പ്രോസസ് മോഡലാണ് വാട്ടർഫാൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, ഇൻക്രിമെൻ്റൽ മോഡൽ ആൻഡ് സ്പൈറൽ മോഡൽ. ഓക്കെ, നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള ആകെ 4 മോഡലുള്ളത് വാട്ടർഫാൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, ഇൻക്രിമെൻ്റൽ മോഡൽ ആൻഡ് സ്പൈറൽ മോഡൽ. അപ്പോൾ ഫസ്റ്റ് വൺ വാട്ടർഫാൾ മോഡൽ. എന്താണ് വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത്? ഇതേ ഫേസിനായിരിക്കും നമുക്ക് ഫസ്റ്റ് പ്രോസസ് മോഡലാണ് വാട്ടർഫാൾ മോഡൽ. ഇതിൽ ഫേസസ് തമ്മിലൊരു ഓവർലാപ്പിംഗും ഇല്ല. ഫസ്റ്റ് ഫേസ് റിക്വയർമെൻറ്റ് ഫേസ് ആയിരിക്കും, ദെൻ അതിനുശേഷം ഡിസൈൻ, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ ടെസ്റ്റിംഗ്, പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ മെയിൻ്റനൻസ്. ഇതേ ഫേസസിനായിരിക്കും, അത് തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല. The outcome of one phase acts as the input for the next phase. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് റിക്വയർമെൻറ്റ് ഗാദറിങ് ആൻഡ് അനാലിസിസ് ആണ്. നമ്മളുടെ മോഡലിലെ റിക്വയർമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ നമുക്കതിൻ്റെ ഈ റിക്വയർമെൻറ്റ് ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒരു SRS ഡോക്യുമെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. നമ്മളുടെ ഓരോ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് SRS ഡോക്യുമെൻറ്റ്.
അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ് ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ SRS ഡോക്യുമെൻ്റ് ആണ്. ഈ SRS ഡോക്യുമെൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ഫേസ്, അതായത് ഡിസൈൻ ഫേസിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. ഡിസൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ടാണ്, ആ ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ടാണ് ഡോക്യുമെൻറ്റ്, ഡിസൈൻ ഡോക്യുമെൻറ്റ്. ഓക്കെ, ഇനി ആ ഡിസൈൻ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് കോഡിങ് ചെയ്യുക. പിന്നെ കോഡിങ്ങിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നത്, ഇൻപുട്ടായിട്ട് പോകുന്നത്, ആൻഡ് സോൺ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ റിക്വയർമെൻറ്റ്സ് എല്ലാം വെൽ ഡോക്യുമെൻ്റ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ വാട്ടർഫോൾ മോഡൽ ഫോളോ ചെയ്യുന്ന പ്രൊജക്റ്റുകളെല്ലാം വളരെ ചെറിയ പ്രൊജക്റ്റുകളായിരിക്കും. ഓക്കെ, ഇനി വാട്ടർഫോൾ മോഡലിൽ എങ്ങനെയാണ് അതിൻ്റെ ഫിഗർ എന്ന് നോക്കാം. ഇതാണ് വാട്ടർഫോൾ മോഡലിൻ്റെ ഫിഗർ. നമ്മുടെ 6 ഫേസസ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതൊരു വാട്ടർഫോൾ മോഡലിൽ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടില്ലേ, അതുകൊണ്ടാണ് അതിന് വാട്ടർഫോൾ മോഡലിന് പേര് വന്നത് തന്നെ. ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഫേസ്, അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഡിസൈൻ ഫേസിലോട്ട് പോവുക. ഡിസൈൻ ഫേസ് ഇത് ചെയ്തതിന് ശേഷം ഡിസൈൻ, അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഡെവലപ്മെൻറ്റ് ഫേസ്. ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് കോഡിംഗ് ഓർ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ദെൻ ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, മെയിൻ്റനൻസ്. വാട്ടർഫോൾ മോഡലിൽ ഒരു ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മുമ്പത്തെ ഫേസിലോട്ട് പോകാൻ പറ്റില്ല. അതാണ് വാട്ടർഫോൾ മോഡലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ബേസ്ഡ് പ്രൊജക്ട്സിനൊക്കെയാണ് നമ്മൾ മിക്കവാറും വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും. പിന്നെ ഇറ്റ് വർക്ക്സ് വെൽ ഫോർ സ്മോളർ പ്രൊജക്ട്, ചെറിയ ചെറിയ പ്രൊജക്ട്സിനൊക്കെ ആയിരിക്കും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുക. ഇതിൽ എല്ലാം വെൽ ഡോക്യുമെൻറ്റഡ് ആയിരിക്കും. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വലിയ പ്രൊജക്ട്സിനൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്താൽ നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു അടുത്ത ഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ പറ്റില്ല. ദെൻ അടുത്തത് ഡിഫിക്കൽട്ട് ടു മെഷർ ദ പ്രോഗ്രസ് വിത്തിൻ ദ സ്റ്റേജസ്. നമുക്ക് ആ ഓരോ സ്റ്റേജിലും അതിനെന്തായി അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ is a working model with limited functionality. It allows users to evaluate developer proposal. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ റിക്വയർമെൻറ്റ്സ് ഒന്നും കൊടുക്കില്ല. കുറച്ച് ചെറിയൊരു ഹിൻഡ് കൊടുക്കണം. ചെറിയൊരു ഹിൻഡ് എന്നല്ല, എന്താണെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ കൊടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇതിൽ യൂസർ ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ 4 സ്റ്റെപ്പാണ് പറഞ്ഞത്. ബേസിക് റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഡെവലപ്പിംഗ് ദ ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ്, റിവ്യൂ ഓഫ് ദ പ്രോട്ടോടൈപ്പ്, റിവൈസ് ആൻഡ് എൻഹാൻസ് ദ പ്രോട്ടോടൈപ്പ്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ആലോചിക്കാം. പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പ്രോട്ടോടൈപ്പിംഗ് മോഡലാണ്. ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്രോട്ടോടൈപ്പിംഗ് മോഡലാണ്. അതിൽ നമുക്ക് ഒരു ബേസിക് റിക്വയർമെൻറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ടാവും. ആ ബേസിക് റിക്വയർമെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ബേസിക് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഇത്രയാണോ ഇവരുടെ നീഡ്സ് എന്നും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി അവരത് യൂസേഴ്സ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് പോരാ, കുറച്ചുകൂടെ റിക്വയർമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും, ഒന്നുകൂടി അതിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് വരുത്തി അതിൽ എന്താ റിക്വയർമെൻറ്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് അത് വീണ്ടും പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ഈ കസ്റ്റമർ ഇത് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യണത് അത്രത്തോളം ടൈം ഇങ്ങനെ ഡെവലപ്പേഴ്സ് ഇത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇത് കസ്റ്റമർ എപ്പോഴാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുക, അടുത്ത ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് പോകുന്നത്. അതാണ് ഈ പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ ഒരു ഫിഗറാണ് കാണുന്നത്. ഫസ്റ്റ് വൺ, ഇനീഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഒരു ക്ലിയർ കട്ട് ഐഡിയ ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊരു വേഗം ഐഡിയ ഉണ്ടാവും എന്താണ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന്. ആ ഒരു റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഡിസൈൻ ചെയ്തിട്ട് ഒരു ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. എന്നിട്ട് കസ്റ്റമർ ഇവാലുവേഷൻ കൊടുക്കും. ദെൻ റിവ്യൂ ആൻഡ് അപ്ഡേഷൻ, വേണോ വേണ്ടയോ എന്നുള്ളത്.
കുറച്ച് കൂടെ വേണം എന്നുള്ള ആ അപ്ഡേഷൻ കൊടുക്കും. അപ്പോൾ വീണ്ടും അത് വെച്ച് ഡിസൈൻ ചെയ്യും, പ്രോട്ടോടൈപ്പിംഗ് ചെയ്യും. അതിങ്ങനെ ഈ സർക്കിൾ നടന്നുകൊണ്ടിരിക്കും. എപ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ബാക്കി ഡെവലപ്മെൻറ്റിലേക്ക് പോകും. ദെൻ ടെസ്റ്റിംഗ്, ദെൻ മെയിൻ്റെനൻസ്. ഇതാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ ഫിഗർ നമ്മൾ പറഞ്ഞു. ഇനി പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂസർ ഇൻവോൾവ്മെൻറ്റ്, യൂസേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ യൂസർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുന്നതാണ് നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ നോക്കുന്നത്. എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് മച്ച് ഏർലിയർ. എപ്പോഴും യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് എറേഴ്സ് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മിസ്സിംഗ് ഫംഗ്ഷനാലിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഈസിലി. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ പറ്റും, പറയാൻ പറ്റും, അതും ആഡ് ചെയ്യാൻ പറ്റും, മിസ്സാവില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സിസ്റ്റം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് റിവ്യൂ ചെയ്ത് ഓരോരോ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്ത് ഈ ആദ്യം ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പിൻ്റെ മേലെ തന്നെയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഓരോന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റി കൂടാം സിസ്റ്റത്തിന്. ഓക്കെ, ഇതാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ഇനി അടുത്തതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ. ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടോ അതിനെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്യും. കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അതിന് ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിക്കും. അതായത് റിക്വയർമെൻറ്റ്സ് ആർ ബ്രേക്ക് ഡൗൺ ഇൻ ടു മൾട്ടിപ്പിൾ സ്റ്റാൻഡ് അലോൺ മൊഡ്യൂൾസ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന റിക്വയർമെൻറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഏതാണോ കോർ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ ആ കോർ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, പിന്നെ ഓരോരോ റിക്വയർമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫങ്ഷൻസ് പോലെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി റിക്വയർമെൻറ്റ്സ് ഈസ് ടാക്കിൾഡ് ഫസ്റ്റ്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോർ റിക്വയർമെൻറ്റ് ഏതാണോ അതാണ് ആദ്യം ചെയ്യുക. എന്നിട്ടാണ് ഓരോരോ ലെവൽ അതിൻ്റെ ഓരോരോ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ദറ്റ് ഈസ് ഇൻക്രിമെൻ്റൽ മോഡൽ. ഇൻക്രിമെൻ്റൽ മോഡൽ നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മളുടെ മെയിൻ റിക്വയർമെൻറ്റ്സിനെ നമ്മൾ കോർ റിക്വയർമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തു, ഡിസൈൻ ചെയ്തു, കോഡ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് 1 കിട്ടി. ഇനി അതിലൂടെ എന്ത് ചെയ്യും, അടുത്തത് വേറെ റിക്വയർമെൻ്റ് എടുത്തു, ആഡ് ചെയ്തു, അത് വെച്ച് ഡിസൈൻ ചെയ്തു, കോഡ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, ഇൻക്രിമെൻറ്റ് 2. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ വേർഷൻസ് ഇറങ്ങില്ലേ, ഓരോരോ സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻസ് ഇറങ്ങില്ലേ, അത് ഇതിന് എക്സാമ്പിളായിട്ട് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഐഫോണിൻ്റെ തന്നെ അല്ലെങ്കിൽ പല ഫോൺസ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഓരോ വേർഷൻസ് ഇപ്പോൾ ഓരോരോ അപ്ഡേഷൻസ് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങില്ലേ, അതൊക്കെ ഈ ഇൻക്രിമെൻ്റൽ മോഡലിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇനി അടുത്തത് ഇൻക്രിമെൻ്റൽ മോഡലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ജനറേറ്റ്സ് വർക്കിംഗ് സോഫ്റ്റ്വെയർ ക്വിക്ക്ലി. അത് കറക്റ്റാണ്, കാരണം നമ്മൾ കോർ റിക്വയർമെൻറ്റ് എന്താണോ അത് വെച്ചിട്ട് വേഗം ഒരു വർക്കിംഗ് മോഡൽ പെട്ടെന്ന് ഉണ്ടാക്കും. ദെൻ മോർ ഫ്ലെക്സിബിൾ, ഈസിയർ ടു മാനേജ് റിസ്ക്. ഇൻക്രിമെൻ്റൽ മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഈച്ച് ഫേസ് ഓഫ് എൻ ഐട്രേഷൻ ഈസ് റിജിഡ് ആൻഡ് ഡു നോട്ട് ഓവർലാപ്പ് ഈച്ച് അതർ. റെക്ടിഫൈങ് പ്രോബ്ലം ഇൻ വൺ യൂണിറ്റ് റിക്വയർസ് കറക്ഷൻ ഇൻ ഓൾ യൂണിറ്റ് ആൻഡ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. ഇനി ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ എല്ലായിടത്തും നമുക്ക് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ അത് റിസോൾവ് ചെയ്തെടുക്കാൻ കുറേ ടൈം എടുക്കും. ഇതാണ് ഇൻക്രിമെൻ്റൽ മോഡൽ. ഇനി ലാസ്റ്റ് മോഡലാണ് നമ്മൾ പറയുന്നത് സ്പൈറൽ മോഡൽ. സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സീക്വൻഷ്യൽ ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ വിത്ത് എ വെരി ഹൈ എംഫസൈസിസ് ഓൺ റിസ്ക് അനാലിസിസ് അലൗസ് യൂസേഴ്സ് ടു ഇവാലുവേറ്റ് ഡെവലപ്പർ പ്രൊപ്പോസൽ. പറയുന്ന പോലെ സ്പൈറൽ മോഡൽ ആദ്യമേ തന്നെ പറയാം, റിസ്ക് കൂടുതലുള്ള പ്രൊജക്റ്റിലായിരിക്കും സ്പൈറൽ മോഡൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സീക്വൻഷ്യൽ മോഡൽ, ദാറ്റ് ഈസ് വാട്ടർഫാൾ മോഡലിൻ്റെ വേറൊരു പേരാണ് സീക്വൻഷ്യൽ മോഡൽ. വാട്ടർഫാൾ മോഡലിൻ്റെ പ്രോട്ടോടൈപ്പിംഗ് മോഡലിൻ്റെ ഒരു മിക്സാണ്. ഓക്കെ, വലിയ പ്രൊജക്ട്സിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹൈലി റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള എല്ലാ പ്രൊജക്ട്സും നമ്മൾ ഈ മോഡൽ ഫോളോ ചെയ്യാറുണ്ട്. മിലിറ്ററി ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ, ബാങ്കിൽ എല്ലാത്തിലും ഈ സ്പൈറൽ മോഡൽ ഫോളോ ചെയ്യാറുണ്ട്. ഇതിൽ 4 സ്റ്റെപ്പാണ് മെയിനായിട്ട് പറയുന്നത്. പ്ലാനിങ് ഫേസ്, റിസ്ക് അനാലിസിസ് ഫേസ്, എഞ്ചിനീയറിംഗ് ഫേസ് ആൻഡ് ഇവാലുവേഷൻ ഫേസ്. പ്ലാനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ ഏതാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു, എന്നിട്ട് അതിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തു മാറ്റി, ദെൻ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, പിന്നെ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്തു. ഇതാണ് ഓരോ ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 ഫേസ്, അതിനെ ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, എന്നിട്ട് അതിൽ റിസ്ക് അനാലിസിസ് ചെയ്തു, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു, എന്നിട്ട് അത് കസ്റ്റമർ നീഡ് ചെയ്തു എന്നുള്ളത് മെറ്റ് ചെയ്തു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക.
ഇതിപ്പോൾ നമ്മൾ ഓരോ ഫേസ് നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഓരോ ഫേസ് ഉണ്ടാവും. ഇപ്പോൾ റിക്വയർമെൻറ്റ് ഫേസ് അതെടുത്തു. ആ റിക്വയർമെൻറ്റ്സിൽ എല്ലാ റിക്വയർമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്തു. എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊന്നില്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അതിനല്ലെങ്കിൽ മാറ്റിയെടുക്കുക, അത് അനലൈസ് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത ഫേസിലേക്കുള്ള പ്ലാനിങ് നടത്തി. അടുത്ത ഡിസൈൻ ഫേസ് ആണ്. ഡിസൈൻ ഫേസിൽ വീണ്ടും എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കി അത് അവോയ്ഡ് ചെയ്തു. എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ അടുത്ത ഫേസ് എന്താണ്, ഡെവലപ്മെൻറ്റ് ഫേസ് ആണ്. ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കി അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ റിസ്കിനൊക്കെ റിസോൾവ് ചെയ്തു. എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ അടുത്ത ഫേസ് പ്ലാൻ ചെയ്തു. ഇങ്ങനെയാണ് ഇത് സ്പൈറലായിട്ട് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഫേസിലൂടെ പോകുമ്പോഴും ഓരോ ഫേസിലുള്ള റിസ്കിനെ അനലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സോ ദാറ്റ് ഈസ് സ്പൈറൽ മോഡൽ. ഇനി സ്പൈറൽ മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജ്, ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി അക്കോമഡേറ്റഡ്. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ക്യാൻ ബി ക്യാപ്ചേർഡ് മോർ ആക്യുറേറ്റ്ലി ആൻഡ് ബെറ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റ് നല്ലതാണ്, ഇതിൽ നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം വളരെ ആക്യുറേറ്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർ ലോ റിസ്ക് പ്രൊജക്റ്റ്. ചെറിയ റിസ്ക്കുള്ള പ്രൊജക്ട്സിനൊന്നും സ്യൂട്ടബിൾ അല്ല. നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത് വേണമെന്നില്ല. ഇതില്ലാതെയും നമുക്ക് വേറെ കാര്യം ചെയ്യാം. കാരണം ഇത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ സ്മോൾ പ്രൊജക്ട്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഡോക്യുമെൻറ്റേഷനും കൂടുതലാണ്. സോ ഇത്രയാണ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ. പിന്നെ ഇതുകൂടാതെ കുറേ മോഡൽസ് ഉണ്ട്. ക്വിക്ക് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ, അങ്ങനെ കുറേ. അതൊക്കെ ഈ ഓരോ മോഡലിൻ്റെ വേരിയേഷനാണ്. ക്വിക്ക് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓരോന്നും നമ്മൾ പെട്ടെന്നെടുക്കുക, ബിൽഡ് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക, അങ്ങനെ ഓരോരോ മോഡൽസാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ച ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ, അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ജനറൽ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തു. നെക്സ്റ്റ് വൺ സ്കോപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതായത് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ്, എക്കണോമിക്കൽ ആസ്പെക്ട്, മെയിൻ്റനൻസ് ആസ്പെക്ട്, റിക്വയർമെൻറ്റ്, ഡിസൈൻ ആൻഡ് അനാലിസിസ് ആസ്പെക്ട്. പിന്നെ അടുത്തത് മെയിൻ്റനൻസ് ആസ്പെക്ട്, അതാണ് പറഞ്ഞത്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലെയേഴ്സ് പറഞ്ഞു. പിന്നെയാണ് ഈ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് പറഞ്ഞത്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൊഡ്യൂൾ 1.